അഖില ലോക ക്രിസ്തീയ സഭ അമ്പു നോയമ്പ് ആചരിക്കുന്ന അവസരമാണ്. ഈ നോയമ്പിൻ്റെ അവസാനം നമുക്കറിയാം കഷ്ടാനുഭവ ആഴ്ചയാണ്. ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് കഷ്ടാനുഭവ ആഴ്ച ഒരുപാട് ഹെക്റ്റിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു കാലഘട്ടമാണ്. അതിൽ വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് പെസഹ അല്ലെങ്കിൽ പാസ് ഓവർ. ബൈബിൾ പ്രകാരം ക്രിസ്തു 12 ശിഷ്യന്മാരുമായിട്ട് മാളിക മുകളിൽ പെസഹ ആചരിക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. അതുപോലെ തന്നെ അപ്പവും വീഞ്ഞും പങ്കിടുന്നു. യൂദ അപ്പവും വീഞ്ഞും കിട്ടിയ ഉടനെ തന്നെ ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കാനായിട്ട് ഇരുളിലേക്ക് മറയുന്നു. അതിൽ വളരെ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യം ക്രിസ്തുവിൻ്റെ ലാസ്റ്റ് ലെക്ചറാണ്. ഈ വലിയ ഗുരുക്കന്മാരും പ്രൊഫസേഴ്സും ഒക്കെ അവരുടെ കരിയറിൻ്റെ ഏറ്റവും അവസാനമായിട്ടൊരു ലാസ്റ്റ് ലെക്ചർ നടത്തും 1-1.5 മണിക്കൂർ ദൈർഘ്യത്തിൽ. അതിൽ അവർ തങ്ങളുടെ ചെറുപ്പം മുതലുള്ള അനുഭവം, എങ്ങനെയാണ് ഇവർ പ്രൊഫസറായത് അല്ലെങ്കിൽ വലിയ സയൻറ്റിസ്റ്റുകളായത്, മറ്റ് ശിഷ്യന്മാർ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ടൊരു 1.5 മണിക്കൂർ ക്ലാസ്സുകൾ എടുക്കും. ലോകപ്രശസ്തനായ റോണ്ടി പോഷ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ്, ഒരു പ്രൊഫസർ, 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം ക്യാൻസർ വന്ന് 6 മാസത്തേക്കുള്ളിൽ ജീവിക്കില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അദ്ദേഹം ലാസ്റ്റ് ലെക്ചർ എന്ന് പുസ്തകം തന്നെയുണ്ട്, ബ്യൂട്ടിഫുൾ ബുക്ക്. അത് നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ട, തൻ്റെ 45 വർഷം കൊണ്ട് താൻ എന്ത് നേടി, എങ്ങനെ നേടി, വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം മിക്കവാറും പ്രൊഫസേഴ്സൊക്കെ ദൈവമൊക്കെ ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ ലാസ്റ്റ് ലെക്ചറും ഈ പെസഹ അനുഭവത്തിലാണ്. ബൈബിൾ വായിച്ചാൽ അറിയാം, യോഹന്നാൻ്റെ സുവിശേഷം നോക്കിയാൽ കാണാം, ക്രിസ്തു വളരെ വിശദമായിട്ട് 3, 4, 5 ചാപ്റ്റർ തന്നെ ലാസ്റ്റ് ലെക്ചറിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു. അപ്പോൾ അത് ഒരു വലിയ പെസഹ അനുഭവം തന്നെയാണ്. ഈ പെസഹയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അത് ജൂയിഷ് ഒരു അവരുടെ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അവരെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും യഹോവ അവരെ ബലമുള്ള ഭുജം കൊണ്ട് ഇറക്കിയതിൻ്റെ ഒരു ഓർമ്മയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പെസഹ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു കൺസെപ്റ്റ്, 5th ബ്രദർ, അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 5-ാമത്തെ സഹോദരൻ, 5th ബ്രദർ. എന്താണ് ഈ 5th ബ്രദർ? പെസഹ പെരുന്നാൾ ജൂയിഷ് ഇതനുസരിച്ച് അവരുടെ അറേഞ്ച്മെൻ്റ് അനുസരിച്ച് ഒരു വലിയ അന്ന് പെസഹ പെരുന്നാളിൻ്റെ അന്ന് രാത്രിയിൽ വലിയ ഡിന്നർ നടക്കും. വലിയ വിശാലമായ മേശ ഒരുക്കും. മേശയിൽ പിതാവ് അല്ലെങ്കിൽ മൂപ്പൻ വന്ന് ഒരു പ്രഥമ സ്ഥാനത്തിരിക്കും. 4 സഹോദരന്മാർ, മക്കൾ, അവരിങ്ങനെ വന്ന് അതിൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കും. വെൽ ഡ്രസ്ഡ്, നല്ല മനോഹരമായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത്, നല്ല ഫുഡ് എല്ലാം കൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഈ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ആഹാരം തുടങ്ങുന്നതിന് മുമ്പ് ഇവർ ഒരു 3-4 ചോദ്യം ചോദിക്കും, കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ 4 സഹോദരന്മാർ അപ്പനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങളുടെ സാരം ഇതാണ്: നമ്മുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് നമ്മുടെ സമൂഹം മിസ്രൈമിൽ കൂടെ അല്ലെങ്കിൽ ഈ വഴിയാത്രയിലൊക്കെ എന്ത് സംഭവിച്ചു, അങ്ങനെ പല പല ചോദ്യങ്ങൾ. ഈ നമ്മുടെ ഭാവി എന്താണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി എന്താണ് എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കും. അവർക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇതിനെല്ലാം പിതാവ് മറുപടി പറയും. അതാണ് ഈ 4 സഹോദരൻ. പക്ഷേ 5-ാമതൊരു സഹോദരനുണ്ട്. അവൻ വെളിയിലാണ്, അവന് സ്ട്രീറ്റിലാണ്. അവനിവിടെ വരാൻ, ഈ മേശയിൽ വരാൻ അവന് നല്ല ഡ്രസ്സില്ല, അവന് നല്ല ലാംഗ്വേജ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ 4 സഹോദരന്മാരോടൊപ്പം വളർന്നവനാണ് അവൻ. പക്ഷേ വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ അവൻ്റെ ഹൃദയം മുറിവേറ്റു. ഒരുപക്ഷെ അധ്യാപകർ അവനെ കളിയാക്കിയതായിരിക്കാം, മാതാപിതാക്കൾ ഡിസ്കറേജ് ചെയ്തതായിരിക്കും, സഹോദരന്മാർ പരിഹസിച്ചായിരിക്കും, എന്തോ സംതിങ് ഹാപ്പൻഡ്. അതവനെ വല്ലാതെ വേദനിപ്പിച്ചു. അത് അവൻ്റെ കരിയറിനെ തന്നെ ബാധിച്ചു. അവൻ പിന്നെ അവൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു ഡൗൺഫോളായിരുന്നു.
ഒടുവിൽ അവൻ സ്ട്രീറ്റിൽ അകപ്പെട്ടു. നമ്മളെപ്പോലെ തന്നെ, ആ മറ്റ് സഹോദരന്മാരെ പോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും കഴിവുകളും ഒക്കെ ഉണ്ടായിരുന്നവനാണ്. പക്ഷേ ഹീസ് നൗ ഇൻ ദ സ്ട്രീറ്റ്. ഹി കനോട്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ഹി കനോട്ട് കം ടു ദി ഫീസ്റ്റ്. ആ ഫീസ്റ്റിലേക്ക് വരാൻ അതിനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ അവൻ സ്വയം അതിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. പക്ഷേ അവനും ചോദ്യങ്ങളുണ്ട്, അവനും പല ചോദ്യങ്ങളുണ്ട്. പക്ഷേ അവൻ്റെ ചോദ്യങ്ങൾ പലപ്പോഴും കരച്ചിലോ അല്ലെങ്കിൽ സാമൂഹിക വിധ്വംസക പ്രവൃത്തികൾ കൊണ്ടൊക്കെയാണ് അവൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ അവന് ഡയറക്റ്റ് ചോദ്യമില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ ജൂയിഷ് കൺസെപ്റ്റിലെ ഫിഫ്ത്ത് ബ്രദർ എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ സഹോദരൻ, അല്ലെങ്കിൽ തെരുവിലായിപ്പോയ സഹോദരൻ. അത് അവൻ്റെ കുറ്റം കൊണ്ട് മാത്രമാകണമെന്നില്ല, സാഹചര്യങ്ങൾ അവനെ അങ്ങനെയാക്കി മാറ്റിയതാണ്. അപ്പം ഇതിൻ്റെ ഈ വാക്കുകളുടെ ഒരു ഉദ്ദേശം, നമ്മുടെ ഇടയിൽ ഒരുപാട് ഫിഫ്ത്ത് ബ്രദേഴ്സുണ്ട്. അവർക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെയൊക്കെ തന്നെ വളർന്നു, നല്ല മാതാപിതാക്കളുടെ മകനായി, നല്ല സമൂഹം. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് വേദന അനുഭവപ്പെട്ടു, അവർ പിന്തള്ളപ്പെട്ടു, വഴിയിലായിപ്പോയി. അവർക്കും കരച്ചിലും വേദനയും അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ പലപ്പോഴും അവർ അറിയിക്കുന്നത് കരച്ചിലിലൂടെയും വേദനയിലൂടെയും, അതുപോലെ തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നശീകരണത്തിലൂടെയൊക്കെയാണ് അവൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുന്നത്. സോ വി ഹാവ് ടു ബി സിമ്പത്തറ്റിക് വിത്ത് ദം. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ എപ്പോഴും കാണാറുണ്ട്, എപ്പോഴും ചിന്തിക്കാറുണ്ട്, വഴിയിലൊക്കെ നമ്മുടെ സഹോദരന്മാരൊക്കെ ഇങ്ങനെ ലക്ഷ്യമില്ലാതെയൊക്കെ നടക്കുമ്പോൾ അവർ നമ്മുടെ അഞ്ചാമത്തെ സഹോദരനാണ്. അവരെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനോ അവരെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ ഒന്നും നമുക്ക് അവകാശമില്ല. കാരണം അവർ നമ്മുടെ സഹോദരനാണ്, അഞ്ചാമത്തെ സഹോദരനാണ്. അവന് എന്തോ കാലപ്പിഴ കൊണ്ട് അല്ലെങ്കിൽ എന്തോ ഗ്രഹപ്പിഴ കൊണ്ട് അവനങ്ങനെ ആയിപ്പോയതാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്, ഈ PU തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ കോട്ടയത്തിൻ്റെ ഒരു അഭിമാനമായ മെഡിക്കൽ കോളേജിൽ ഒരു സാധാരണക്കാരൻ, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ ദിവസവും ആശുപത്രി വരുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്ന മഹാനായ ചെറിയ മനുഷ്യൻ. അദ്ദേഹം വലിയ പ്രവൃത്തി ചെയ്യുന്നു. അദ്ദേഹം ഒരു കാലത്ത് ഈ വഴിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ആളുകളെയൊക്കെ തൻ്റെ വാഹനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ ഏറ്റെടുക്കുകയും അവരെയൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വലിയ സംരംഭം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോട്ടയത്ത് അലഞ്ഞു തിരിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം കുളിക്കുകയും അതുപോലെ തന്നെ ഒന്നും ചെയ്യത്തില്ല, ഒരു ഒറ്റമുണ്ട് ഒരു തോർത്ത് മാത്രം എടുത്തുകൊണ്ടാണ് കോട്ടയം പട്ടണത്തിൽ കൂടെ അദ്ദേഹം നടക്കുന്നത്. കുളിക്കുകയും നനയ്ക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം കട്ട പിടിച്ച് നല്ല ആരോഗ്യവാനാണ്. അദ്ദേഹത്തെ ജഡായു എന്നാണ് ഇവിടുത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ തമാശനെ വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് ഷർട്ടൊന്നും ഇടാതെ ഇങ്ങനെ ദേഹമെല്ലാം കരിയും പൊടിയുമൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു ദേഹമുണ്ടായിരുന്നു. PU തോമസ് പറഞ്ഞ് അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട ആ യുവാവിനെ ഒരു പക്ഷേ ബലം ഉപയോഗിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കെയറിൽ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ നല്ലപോലെ കുളിപ്പിച്ച് വൃത്തിയാക്കി മുടിയൊക്കെ വെട്ടി നല്ലൊരു മനുഷ്യനാക്കി മാറ്റി. ആൻഡ് PU തോമസ് പറയുന്നു, ആ മനുഷ്യൻ, ആ ജഡായുന്ന് നമ്മളൊക്കെ പരിഹസിച്ചിരുന്ന ആ മനുഷ്യൻ, ഹി ബിക്കേം എ നോർമൽ പേഴ്സൺ, നല്ല മനുഷ്യൻ. ഏതോ കുടുംബത്തിൽ അദ്ദേഹം പറഞ്ഞു, പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അയാളും ഒരു നല്ല കുടുംബത്തിൽ പിറന്ന ആളായിരുന്നു. എന്തോ പേരൻസുമായിട്ട് എന്തോ വഴക്കുണ്ടാവും, എന്തോ സംതിങ്, ഹി വാസ് ത്രോൺ ഇൻ ടു ദി സ്ട്രീറ്റ്സ്. അങ്ങനെ അവനങ്ങ് നാശത്തിലേക്കും നഷ്ടത്തിലേക്കും പോയി. പക്ഷേ PU തോമസിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഹി കെയിം ബാക്ക്. ഈ അഞ്ചാമത്തെ സഹോദരൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കഷ്ടാനുഭവ കാലത്ത് അല്ലെങ്കിൽ ഈ നോയമ്പ് കാലത്ത് ഓഫ് കോഴ്സ് നമ്മൾ ഭക്ഷണം ഒക്കെ വെടിഞ്ഞ് നമ്മൾ വലിയ ദാനധർമ്മ പ്രവൃത്തികളൊക്കെ ചെയ്യും. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ഈ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങൾ, ഫിഫ്ത്ത് ബ്രദേഴ്സ്, അഞ്ചാമത്തെ, 4 പേർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ നല്ല നിലയിൽ അവർക്ക് കിട്ടിയ സാഹചര്യങ്ങളൊക്കെ ഒക്കെ ഉപയോഗിച്ചു. ഈ ഫിഫ്ത്ത് ബ്രദർ, അഞ്ചാമത്തെ ഒരുപാട് പേരുണ്ട് അങ്ങനെ
പലപ്പോഴും അവർ പറയത്തില്ല, അവരുടെ ദുഃഖങ്ങളൊന്നും പറയില്ല. പക്ഷേ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സോറോസ് ഓഫ് ദോസ് പീപ്പിൾ. അവരുടെ ദുഃഖങ്ങൾ കണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ചുമതല കൂടി ഈ നോയമ്പ് കാലത്തുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. എല്ലാവർക്കും ഒരു നല്ല നോയമ്പ് കാലവും നല്ലൊരു ഈസ്റ്ററും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.